ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AR മീഡിയ. അപ്പൊ നമ്മുടെ മലയാളത്തിലെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന പടത്തിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജും ബേസിൽ ജോസഫും അനശ്വരയും നിഖില വിമലും പിന്നെ തമിഴിൽ നിന്ന് യോഗി ബാബു പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, ബൈജു ചേട്ടൻ ഇവരെല്ലാം ഒരു വലിയ താരനിരയായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഗുരുവായൂർ അമ്പല നടയിൽ. ഇതിന്റെ ടീസർ ഞാൻ കണ്ടിരുന്നു. അപ്പൊ നമുക്കതിന്റെ ട്രെയിലർ ഒന്ന് കാണാം. سيدي أنا سأتزوج. أوه جيد جدا، أتمنى كل السعادة. في كيرلا. أين في كيرلا؟ معبد ഗുരുവായൂർ. سيكون الاحتفال هناك. أيوة ഗുരുവായൂർ അമ്പല നടയിൽ. وين؟ ഗുരുവായൂർ അമ്പല നടയിൽ. കറക്റ്റ് സർ. നിന്റെ ചേട്ടനുണ്ടല്ലോ കുറച്ച് ഓവറ. കുറച്ചല്ല, കുറച്ചധികം. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം സാധു ചെക്കനെയാ എന്റെ അഞ്ജലി കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ആനന്ദൻ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇനി നിന്റെ മുന്നിൽ മനോഹരമായ ജീവിതമായിരിക്കും. ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. ഞാൻ ജോർജ്, MBBS MD in psychiatry. I am മായൻകുട്ടി വി. ഹലോ. മലയ്ക്ക് പോവാ മാലിട്ടിട്ട് കള്ളം പറഞ്ഞ മലയ്ക്ക് പോകുമ്പോ പുലി പിടിക്കും. രാത്രിയിൽ നീ എനിക്കൊരു കെട്ടൻ, ഞാൻ നിനക്കൊരു കൂട്ടൻ. അഴിക്കരുതിന്റെ പട്ടി. അമ്മ, അഞ്ജലി, അച്ഛ, എനിക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല. പേടിക്കാനൊന്നുമില്ല, ഇതൊരു സൈക്കാട്രിക് പ്രശ്നം ആനന്ദം പറഞ്ഞത്. നമ്മൾ മാത്രമല്ല കല്യാണം മുടക്കാനുള്ളത്, തമിഴനും തെലുങ്കനും എല്ലാവരും ഉണ്ട്. എന്ത് വന്നാലും ഈ കല്യാണം ഞാൻ നടത്തും. നിന്നെ എനിക്ക് വേണം. അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. ട്രെയിലർ പക്കാ ഒരു എന്റർടൈൻമെന്റ് ട്രെയിലർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും നമ്മുടെ പൃഥ്വിരാജ് കുറെ കാലമായി പാൻ ഇന്ത്യൻ പടങ്ങള്, നമ്മുടെ ആടുജീവിതമാണെങ്കിലും പിന്നെ നമ്മുടെ സലാറ്, പിന്നെ ഹിന്ദി പടം ആളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫൺ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഉള്ള ഒരു മൂവിയിൽ നമുക്ക് പൃഥ്വിരാജിനെ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം ആ ഒരു ഇതില് ഈ ഒരു ലുക്കിൽ കാണാൻ പറ്റിയതിൽ ഈ ഒരു മൂവിയിൽ. പിന്നെ നമ്മുടെ ബേസിൽ ജോസഫ് പുള്ളിക്കാരൻ വളരെ സെലക്റ്റീവായിട്ട്, എനിക്ക് തോന്നുന്നത് വളരെ സെലക്റ്റീവായിട്ട് ഫിലിം ചൂസ് ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരൻ എടുത്തേക്കുന്ന ഫിലിമും നല്ല ഹിറ്റായിട്ടുള്ള പടങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗ്യാരണ്ടി നമുക്ക് ഈ ഒരു പടത്തിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഇതിന്റെ ഡയറക്ടർ വിപിൻ ദാസ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം ജയ ജയ ഹേ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. രണ്ടാമത്തെ പടമാണത്. അപ്പോ ജയ ജയ ഹേയില് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, ഒരു സ്ത്രീകളെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം, ഒരു ഫ്രീഡം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതില് നമുക്ക് ആ ഒരു മെസ്സേജും കാര്യങ്ങളൊന്നും ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു തീം നമുക്ക് കാണാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് മൂവി, ഒരു ഫാമിലി എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് ട്രെയിലർ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ യൂട്യൂബിലുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റി. നമ്മുടെ അശ്വിൻ, പിന്നെ നമ്മുടെ സാഫ് ബോയ്, അങ്ങനെ യൂട്യൂബിലുള്ള ബാക്കിയുള്ള പേര് എനിക്ക് അറിയാതെ കൊണ്ട് പറയാതെ അവരെയൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ യോഗി ബാബു, തമിഴിലെ യോഗി ബാബു ചേട്ടൻ വരുന്നുണ്ട്. പക്ക ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ട്രെയിലർ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ റിലീസ് വരുന്നത് മെയ് 16, മെയ് 13 വരുന്നത്. പക്ഷെ മെയ് 13 കഴിഞ്ഞിട്ട് നമ്മുടെ 23 ടെർബോ റിലീസ് ചെയ്യുന്നുണ്ട് മമ്മൂക്കയുടെ. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ പ്രേമികൾക്ക് ഒന്ന് കഴിഞ്ഞ് ഒന്നൊന്നും ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ ഈ വർഷം തുടങ്ങിയിട്ടാണെങ്കിൽ കൂടിയും നമ്മുടെ മന്നുമൽ ബോയ്സ്, ആവേശം, വർഷങ്ങൾക്ക് ശേഷം, പിന്നെ പ്രേമലു, ബ്രഹ്മയുഗം, അങ്ങനെ ഇങ്ങനെ ഓരോ പടങ്ങൾ ഇങ്ങനെ ഹിറ്റായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്കാണ് നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ പിന്നെ അത് കഴിഞ്ഞ് ടെർബോ വരാൻ നിൽക്കുന്നത്. തീർച്ചയായും നല്ല രീതിയിൽ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുക്കുന്നതും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള മൂവികളാണ്. അപ്പൊ അതുപോലെ നല്ലൊരു എന്റർടൈൻമെന്റ് പാക്ക് തന്നെ ആവട്ടെ ഈ ഒരു പടവും. പിന്നെ ഈ ഒരു പടത്തിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കുറച്ച് കമന്റ് കണ്ടായിരുന്നു. അതായത് പൃഥ്വിരാജ് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തു, ഇന്ദ്രജിത്ത് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായനെ എന്നുള്ളൊരു കമന്റ്സ് ഞാൻ കണ്ടു.
നമുക്ക് ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ സിനിമയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത് കാണണമെങ്കിൽ ഓക്കെ, ഈ അഭിനയം നമുക്ക് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സീനിൽ നമുക്ക് അങ്ങനെ തോന്നി, നാച്ചുറൽ. പക്ഷെ ട്രെയിലർ കണ്ടിട്ട് നമുക്കത് വിലയിരുത്താനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി ചിന്തിക്കാം, പടം കണ്ടതിന് ശേഷം വിലയിരുത്താം. അപ്പോൾ മെയ് 16 നമുക്ക് കാണാം, വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ആ ഒരു പടം ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഇറങ്ങിയ പടങ്ങളൊക്കെ വെച്ച് നമുക്ക് പ്രതീക്ഷിക്കാം മലയാള സിനിമയിൽ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റിൽ ഒന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് AR Media.